ഹായ് എസ് എസ് സി ജി ഡിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ മൂന്നാമത്തെ പാർട്ടാണിത്. ഓൾറെഡി നമ്മൾ 2 പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഡെഫിനറ്റ്ലി ചാനലിൽ ചെന്ന് ആ വീഡിയോസ് കാണാവുന്നതാണ്. നമ്മൾ ഈ സെഷനിൽ എസ് എസ് സി ജി ഡിയുടെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. HCF LCMന്റെ കൺസെപ്റ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്കവിടെ ചോദിച്ചിരിക്കുന്നത്. 5 bells start commencing together at 9 a.m. They ring at the intervals of 12 seconds, 18 seconds, 24 seconds, 36 seconds and 45 seconds. At what time do the bell ring എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ 5 ബെല്ലുകൾ ഇതിനു മുമ്പ് ഒരുമിച്ച് റിങ് ചെയ്തത് 9 മണിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇനി 5 ബെല്ലുകൾ അടുത്ത് എപ്പോഴായിരിക്കും ഒരുമിച്ച് റിങ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ നമുക്ക് ഈ ഓരോ ബെല്ലുകളും റിങ് ചെയ്യാൻ എടുക്കുന്ന ഇൻ്റർവൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഒരുമിച്ച് അടിക്കാനുള്ള ഇൻ്റർവൽ കിട്ടാൻ വേണ്ടി നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ LCM ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം തന്നെ ഈ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസിൽ നമ്മൾ മനസ്സിലാക്കണം LCM ആണോ HCF ആണോ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഈ ബെല്ലുകൾ ഉറപ്പായിട്ടും കുറേ സമയത്തിന് ശേഷമേ ഒരുമിച്ച് റിങ് ചെയ്യത്തുള്ളൂ, പല ഇൻ്റർവൽസ് റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഹയർ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വലിയ വാല്യൂ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ LCM എന്നുള്ളൊന്ന് വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള നമ്മുടെ മെത്തേഡിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കവിടെ 12, 18, 24, 36 ആൻഡ് 45യുടെ LCM ആണ് നമുക്ക് എടുക്കാനുള്ളത്. ഇനി വളരെ പെട്ടെന്ന് LCM എടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം, നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ചെറിയ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് അവിടെ ഉണ്ടെങ്കിൽ ആ ചെറിയ നമ്പേഴ്സിനെ നമുക്ക് LCM എടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാനും അതേപോലെ തന്നെ നമുക്ക് ടൈം സേവ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. സോ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 12 എന്ന് പറയുന്നത് നമുക്ക് 12ൻ്റെ മൾട്ടിപ്പിൾ 24 നമുക്ക് അവിടെ ഉണ്ട്, 36 അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 12 എടുത്തില്ലെങ്കിലും നമുക്ക് LCM കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി അതേപോലെ തന്നെ 18ൻ്റെ മൾട്ടിപ്പിൾ ആണ് 36 എന്ന് പറയുന്നത്. സോ 18ൻ്റെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടോ അതെല്ലാം എവിടെയും വരുന്നുണ്ട്, 36ലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LCM എന്ന് പറയുന്ന ഒരു വലിയ നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ 18ൻ്റെ എല്ലാ ഫാക്ടേഴ്സും 36ൽ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് LCM കണ്ടുപിടിക്കുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ കിട്ടും, 18 എടുത്തില്ലെങ്കിൽ പോലും. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാം അതിൻ്റെ അടിയിൽ നമ്മൾ എടുക്കാനിരിക്കുന്ന അതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഈ ഒരു 3 നമ്പേഴ്സ് മാത്രം LCM എടുക്കാൻ വേണ്ടി യൂസ് ചെയ്താൽ മതി, ബിക്കോസ് ഈ നമ്പേഴ്സിന് ഒന്നും തന്നെ മൾട്ടിപ്പിൾസ് അവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് LCM എടുക്കാൻ വേണ്ടി ഈ 3 നമ്പറിലും ഒരേപോലെ പോകുന്ന നിങ്ങൾക്ക് കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ ഈ 3 നമ്പേഴ്സിലും നമുക്ക് ഒരുമിച്ച് പോകുന്ന ഒരു കോമൺ നമ്പർ എന്ന് പറയുന്നതാണ് 3. സോ നമുക്ക് 3 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ 3 നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ 24 എന്ന് പറയുന്നത് 3 × 8 ആണ് 24 ആൻഡ് 3 × 12 ആണ് 36 ആൻഡ് നമുക്ക് 3 × 15 ആണ് 45 എന്ന് പറയുന്നത്. ഇനി അഗെയിൻ നമുക്ക് 8ലും 12ലും 15ലും കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പിക്ക് ചെയ്യാം. സോ 12ലും 15ലും അഗെയിൻ കോമൺ ആയിട്ട് വരുന്ന നമ്പറാണ് 3 എന്ന് പറയുന്നത്. സോ വീണ്ടും നമുക്ക് 3 എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 8 അതേപോലെ തന്നെ താഴേക്ക് വരും. 12 എന്ന് പറയുമ്പോൾ നമുക്കവിടെ 3 × 4 ആണ് 12, അതുപോലെ തന്നെ 5 × 3 ആണ് 15. ഇനി നമുക്ക് 8ലും 4ലും കോമൺ ആയിട്ടുള്ള നമ്പറാണ് 4 എന്ന് പറയുന്നത്. സോ നമുക്ക് 4 എടുക്കാം. സോ 4 എടുത്താൽ നമുക്കിവിടെ 2 × 4 ആണ് 8, 1 × 4 ആണ് 4 ആൻഡ് ദെൻ 5. ഇനി നമുക്ക് 2ഉം 1ഉം 5ലും ഒന്നും കോമൺ ആയിട്ടില്ല. സോ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് 1 മാത്രമുള്ള ഫാക്ടറുള്ള നമ്പേഴ്സ് ആണെങ്കിൽ അതിനെയാണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം. നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള പോലെ അവസാനം 1 1 1 വരുന്നവരെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ LCM ഒന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 2 × 5 എന്ന് പറയുന്ന 10 ആണ്, ഇവിടുന്ന് 3 × 3 എന്ന് പറയുന്ന 9 ആണ് ആൻഡ് ദെൻ നമുക്കിവിടെ 4 ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 9 × 4 × 10 ആണ്. ഇനി നമുക്കിത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് സെക്കൻഡ്സിലാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് മിനിറ്റ്സിലാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെക്കൻഡ്സിനെ മിനിറ്റിലേക്ക് മാറ്റണം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് മിനിറ്റിലേക്ക് മാറ്റുവാണെങ്കിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ LCM വാല്യൂനെ മിനിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡഡ് ബൈ 60 ചെയ്യാം. സോ ഈ സെക്കൻഡ്സ് വാല്യൂനെ നമ്മൾ ഡിവൈഡഡ് ബൈ 60 ചെയ്യുമ്പോൾ നമുക്കിത് എന്ത് വാല്യൂയിലേക്ക് മാറും, മിനിറ്റ്സിലേക്ക് മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സീറോസ് ക്യാൻസൽ ആകും. 6 എന്ന് പറഞ്ഞാൽ 2 × 3 ആണ്. സോ നമ്മൾ 4ൽ നിന്ന് ഒരു 2നെയും അതുപോലെ തന്നെ 9ൽ നിന്ന് ഒരു 3നെയും ക്യാൻസൽ ചെയ്താൽ ദെൻ 2 × 3
നമുക്കിവിടെ 6 minutes എന്നായിരിക്കും നമുക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ബെല്ലുകൾ എല്ലാം ഒരുമിച്ച് ഇനി എപ്പോഴായിരിക്കും റിംഗ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓൾറെഡി ഇതിന് മുമ്പ് ഇത് റിംഗ് ചെയ്തത് 9 മണിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് ഇത് റിംഗ് ചെയ്യാൻ പോകുന്നത് ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കത് 9 കഴിഞ്ഞിട്ട് 6 മിനിറ്റ് കൂടി കഴിയുമ്പോൾ 9:06 AM എന്നായിരിക്കും ഇനി ബെല്ലുകളെല്ലാം ഒരുമിച്ച് റിംഗ് ചെയ്യാൻ പോകുന്നത്. സോ ഓപ്ഷൻസിലേക്ക് വരുവാണെങ്കിൽ ഓപ്ഷൻ ബി, സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 9:06 AM എന്നായിരിക്കും ഈ ബെല്ലുകളെല്ലാം ഒരുമിച്ച് റിംഗ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ഇത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒരുപാട് എക്സാംസിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട്, പല എക്സാംസിലും. ആൻഡ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാം. ഇതേപോലെ LCMലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിലും അതുപോലെ അതിനെ പ്രോപ്പർ അപ്രോച്ചിൽ കൊണ്ടുപോകുകയാണെങ്കിൽ, ലൈക്ക് നമ്മൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നേക്കാളും എളുപ്പമായിരിക്കും പലപ്പോഴും നമുക്ക് ഈ പറയുന്ന മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് ആ നമ്പേഴ്സിനെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് എടുക്കാൻ പറ്റും. ബിക്കോസ് മുകളിൽ അത് മൾട്ടിപ്ലൈ ചെയ്താൽ 360 ആണ് വരാൻ പോകുന്നത്. സോ 360 വന്നാലും നമുക്ക് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ അത് എളുപ്പമാണ്. പക്ഷേ വേറെ എവിടെയെങ്കിലും നമുക്കത് ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. സോ മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് ആൻസർ എടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, എ spend 45% of his salary on food. സോ ഫുഡിന് വേണ്ടി 45% ആണ് സ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഡൊണേറ്റ് 5% of his salary on ഓൾഡ് ഏജ് ഹോം. അപ്പോൾ ഓൾഡ് ഏജ് ഹോമിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് 5% ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ മൊത്തം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം 50% ആണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. If he spent rupees 28,500 on food and old age home. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ഹോമിനും ഫുഡിനും വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 28,500 ആണ്. സോ ഈ 50% എന്ന് പറയുന്നതാണ് 28,500 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ്ലി വാട്ട് വിൽ ബി ദ സാലറി ഓഫ് എ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ഇൻകം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 100% ആയിരിക്കും ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 50 × 2 ആണ് 100. സോ നമ്മൾ ഇതിന്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 28ന്റെ ഡബിൾ 56 ആണ്. പിന്നെ 500നെ ഡബിൾ ആക്കിയാൽ ഒരു 1000 വരും. സോ 56ന്റെ കൂടെ ഒരു 1000 കൂടി എടുക്കുമ്പോൾ നമുക്ക് അവിടെ 57,000 എന്നായിരിക്കും ആൻസർ വരുന്നത്. സോ 57,000 ആണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി 57,000 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊരു മെൻസുറേഷന്റെ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. എ കോൺ ഓഫ് റേഡിയസ് 9 cm ആൻഡ് ഹൈറ്റ് 15 cm ഈസ് മെൽറ്റഡ് ആൻഡ് മെയ്ഡ് ഇൻ ടു എ സിലിണ്ടർ ഓഫ് ഹൈറ്റ് 45 cm. ദ ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ ഈസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ പറയുന്നത് ഒരു കോൺ ഉണ്ട്. ആ കോണിന്റെ റേഡിയസ് 9 cm ഹൈറ്റ് 15 cm ആയിട്ടുള്ള ഒരു കോണിനെയാണ് മെൽറ്റ് ചെയ്ത് ഒരു സിലിണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സിലിണ്ടറിന്റെ ഹൈറ്റ് 45 cm ആണ്. അങ്ങനെയാണെങ്കിൽ അതേ സിലിണ്ടറിന്റെ ഡയമീറ്റർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒരു കോണിനെ മെൽറ്റ് ചെയ്ത് അത് വെച്ച് തന്നെ നമ്മളൊരു സിലിണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് രണ്ടിന്റെയും വോളിയം എന്തായിരിക്കും? ഉറപ്പായിട്ടും സെയിം ആയിരിക്കും. സോ വോളിയം ഓഫ് നമ്മുടെ കോൺ ആൻഡ് സിലിണ്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. വോളിയം ഓഫ് കോൺ ഈസ് ഈക്വൽ ടു സിലിണ്ടർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോണിന്റെ വോളിയം എന്ന് പറയുന്നത് 1/3 πr² ആണ്. അതുപോലെ തന്നെ നമ്മുടെ സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് πr² ആണ്. ഇനി രണ്ടിന്റെയും റേഡിയസും ഹൈറ്റും ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 1 and 1 എന്ന് കൊടുക്കാം കോണിന്റെ കേസിൽ. ആൻഡ് സിലിണ്ടറിന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ 2 and ഇവിടെ 2 എന്ന് കൊടുക്കാം. ബിക്കോസ് റേഡിയസും ഹൈറ്റും ഡിഫറെന്റ് വാല്യൂസ് ആയതുകൊണ്ട്. ഇനി നമ്മൾ വാല്യൂസ് എല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആൻഡ് അതിന് മുമ്പ് തന്നെ നമ്മൾ അവിടുന്ന് പൈ അങ്ങ് ക്യാൻസൽ ചെയ്യാം. ബിക്കോസ് രണ്ട് സൈഡിലും പൈ ഉണ്ട്. ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ 1/3 ഇൻറ്റു നമുക്ക് ആദ്യം തന്നെ കോണിന്റെ റേഡിയസ് 9 തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ 9 × 9 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 15 ആണ്. ആൻഡ് ഈ വാല്യൂസ് ഈക്വൽ ടു റേഡിയസിന്റെ സെക്കൻഡ് റേഡിയസിന്റെ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് നമുക്ക് 45 എന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് റേഡിയസ് എന്ന് കിട്ടും. റേഡിയസിന്റെ ഡബിൾ എടുക്കുമ്പോൾ നമുക്ക് ഡയമീറ്റർ കിട്ടും. സോ ഇതൊന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 3ഉം 9ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 എന്ന് വരും. ആൻഡ് 3 × 15 45 ആണ്. സോ 45 നമുക്ക് ഇവിടുന്ന് ക്യാൻസൽ ആകും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സെക്കൻഡ് റേഡിയസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിലിണ്ടറിന്റെ റേഡിയസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 എന്ന് കിട്ടും. അപ്പം 9 ആണ് റേഡിയസിന്റെ സ്ക്വയർ എങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ആയിരിക്കും? 3 ആയിരിക്കും. സോ 3 cm ആണ് റേഡിയസ്. പക്ഷെ ചോദിച്ചിരിക്കുന്ന ഡയമീറ്റർ ആണ്. നമുക്കറിയാം ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ ഡബിൾ ആണ്. സോ അങ്ങനെയാണെങ്കിൽ 3യുടെ ഡബിൾ എന്ന് പറയുന്നത് നമുക്ക് 6 cm എന്ന്
ആൻസർ കിട്ടും, ചോദിച്ചിരിക്കുന്ന ഡയമീറ്ററുടെ വാല്യൂ കിട്ടും. സോ 6 സെന്റിമീറ്റർ. ഓപ്ഷൻസിലേക്ക് വരുവാണെങ്കിൽ ഓപ്ഷൻ 4th ഓപ്ഷൻ 6 സെന്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ. സോ വളരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്തു. നമുക്ക് ഈ ഒരു ഫോർമുലാസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പെട്ടെന്ന് ഇതിനെ കമ്പയർ ചെയ്ത് ആൻസർ എടുക്കാൻ വേണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ദിവ്യ ബ്രോട്ട് എ കാർ ഫോർ ₹3,500. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3,50,000 ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ 4,35,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ഹെർ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്കവിടെ 3,50,000 ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ആ കാറിനെ സെല്ല് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 4,35,000 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ വാങ്ങിച്ചതും വിറ്റതും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും വിറ്റ വാല്യൂ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് അവിടെ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. ആ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് അറൗണ്ട് ഒരു 85,000 പ്രോഫിറ്റ് ആണ് ജനറേറ്റ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്ന അതേ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് 85,000 ആണ്. കമ്പയർ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ വാങ്ങിച്ച വില വെച്ചായിരിക്കും കമ്പയർ ചെയ്യുന്നത്. സോ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3,50,000 ആണ്. ദെൻ പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 കൂടി. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഈ സീറോസ് ക്യാൻസൽ ആകും. നമുക്ക് ഇവിടുന്ന് ഈ സീറോസ് ക്യാൻസൽ ചെയ്യാം. 35നെ 100ഉം ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 35 7 ടൈംസിനും 10നെ നമുക്ക് 2 ടൈംസിനും ക്യാൻസൽ എടുക്കാം. സോ 2 × 85 എന്ന് പറയുമ്പോൾ അത് 170 എന്ന് വരും. ബൈ നമുക്ക് താഴെ 7 ഉണ്ട്. സോ 170നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് 1 ഡെസിമൽ പ്ലേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് 1 ഡെസിമൽ പ്ലേസിന്റെ ആവശ്യമില്ല, ബിക്കോസ് നമുക്ക് ഓപ്ഷൻസിൽ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട്. സോ 170നെ 7 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വട്ടം പോകുന്നു മാത്രം നമ്മൾ നോക്കിയാൽ മതി. സോ 2 ടൈംസ് പോകും. ദെൻ റിമൈൻഡർ 3. സോ 30ന്റെ അകത്ത് 4 ടൈംസ് പോകും. സോ 24 പോയിന്റ് ആയിരിക്കും ആൻസർ. സോ ഓപ്ഷൻസ് കൂടി പാരലൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ 24.3% ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. സോ ആൻസർ 24.3%. ആൻഡ് നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ വളരെ കോമൺ ആയിട്ട് യൂഷ്വലി പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ GD എക്സാംസിൽ ഓൾജിബ്രയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല എന്നുള്ളത്. ശരിയാണ്, നമ്മുടെ GD എക്സാംസിൽ ഓൾജിബ്രയുടെ ഫോർമുലയും അതേപോലെ അതിന്റെ ഹയർ അഡ്വാൻസ് കൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. പക്ഷെ അറിഞ്ഞിരിക്കുക, ഓൾജിബ്രയിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഓൾജിബ്രയും കൈൻഡ് ഓഫ് സിംപ്ലിഫിക്കേഷന്റെ കൂടി കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതൊരു കൈൻഡ് ഓഫ് സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻ പ്ലസ് ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് പറയാം. ബിക്കോസ് നമുക്കത് ഒരു കാൽക്കുലേഷൻസ് പോകുന്നത് ആ ഒരു രീതിയിലാണ് പോകുന്നത്. മോർ ഓവർ ഇതൊരു സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൂടുതലും ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ഓൾജിബ്രയുടെ ഒരു കൺസെപ്റ്റ് കൂടി ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് സോൾവ് ചെയ്തിട്ട് അവിടുന്ന് എക്സിന്റെയും വൈയുടെയും വാല്യൂ എടുത്ത് നമുക്ക് അവസാനം ചോദിച്ചേക്കുന്നതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ. ഇനി ഇതിന്റെ ആൻസേഴ്സ് വളരെ പെട്ടെന്ന് എങ്ങനെ എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഫുൾ സോൾവ് ചെയ്യാതെ, ബിക്കോസ് ഇപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഈ റിലേഷൻ മൊത്തം സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടത്തുള്ളൂ. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൈറ്റ് ആൻസർ കിട്ടത്തുള്ളൂ. പക്ഷേ അത് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കാം. ഓക്കെ, ചിലപ്പോൾ അത് ചെയ്താൽ മാത്രമേ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നും വരാം. സംടൈംസ് ചിലപ്പോൾ നമുക്ക് അത് ചെയ്യാതെ തന്നെ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ആൻസർ എന്ന് പറയുന്നത് മുകളിലത്തെ നമ്പർ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പെട്ടെന്ന് ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ ഡിജിറ്റ്സിനെ സം ചെയ്ത് നോക്കിയാൽ മതി. അതൊരു 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് പറയാം അത് നമുക്ക് 9 കൊണ്ട് പോകുന്ന നമ്പർ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 7 + 2 എന്ന് പറയുന്നത് 9 ആണ്. സോ ഉറപ്പായിട്ടും അത് 9ൽ പോകും. അതുപോലെ തന്നെ 5 + 1 + 1 എന്ന് പറയുന്നത് 7 ആണ്. ഈ 7 എന്ന് പറയുന്ന നമ്പർ ഏതിൽ പോകത്തില്ല, നമ്മുടെ ഈ പറയുന്ന 9ൽ പോകത്തില്ല. സോ എന്തായാലും ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ 36 എന്ന് പറയുന്നത് 3 + 6 9 ആണ്. സോ ഉറപ്പായിട്ടും 9ൽ പോകും. ആൻഡ് 144 എന്ന് പറയുന്നത് 9 ആണ്, ഉറപ്പായിട്ടും 9ൽ പോകും. അപ്പോൾ നമുക്ക് അവിടെ 4 ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത കാര്യമാണ് താഴത്തെ നമ്പർ എന്തുകൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം? 13 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഡിനോമിനേറ്റർ 13ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി എങ്ങനെയാണ് 13ന്റെ ഡിവിസിബിലിറ്റി നോക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. 13ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ അവസാനത്തെ ഡിജിറ്റിനെ 4 ടൈംസ് ആക്കിയിട്ട് അതിനെ റിമൈനിങ് നമ്പേഴ്സിനോട് പ്ലസ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ അത് ചെക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടുന്ന് ഈ 421 എടുക്കുകയാണെങ്കിൽ, ഒരു എക്സാമ്പിളിന് വേണ്ടി നമ്മൾ ആ 421 എടുക്കുകയാണെങ്കിൽ അത് 13 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 42 എടുക്കുക, ദെൻ പ്ലസ് എടുക്കുക, ആ അവസാനത്തെ 1നെ മാറ്റിയിട്ടുണ്ട് നമ്മൾ അവിടുന്ന്, ആ 1നെ 4 ടൈംസ് ആക്കുക, എന്നിട്ട് ബാക്കി നമ്പറോട് പ്ലസ് ചെയ്യുക. ഇപ്പൊ നമുക്ക് 42 + 1 × 4 4, 42 + 4 നമുക്ക് എത്ര വരും? 46 എന്ന് വരും. നമുക്കറിയാം 46 എന്ന് പറയുന്നത് എന്തല്ല, നമ്മുടെ ഒരു 13ന്റെ മൾട്ടിപ്പിൾ അല്ല 46 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 421 എന്ന് പറയുന്നത് 13ൽ പോകത്തില്ല. സോ അഗെയിൻ
ആ ഒരു ഓപ്ഷൻ വരത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ അല്ല ആൻസർ, സെക്കൻഡ് ഓപ്ഷനും അല്ല ആൻസർ എന്ന് മനസ്സിലായി. ഇനി തേർഡ് ഓപ്ഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 247 പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് 24 പ്ലസ് 7ന്റെ 4 ടൈംസ് എന്ന് പറയുന്നത് 28 എന്ന് വരും. ഇനി 24ഉം 28 കൂടി നമ്മൾ പ്ലസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതെന്ന് പറയുന്നത് അറൌണ്ട് 52 എന്ന് വരും. 52 എന്താണ്? 13ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ അങ്ങനെയാണെങ്കിൽ അവിടെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി 1001 എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടി നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ 1001 കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ബിക്കോസ് ഇനി ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. സോ 1001 കൂടി നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ അതിനെയും ഇതേപോലെ 13 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 100 എടുത്തു. ആൻഡ് അവസാനത്തെ 1നെ 4 ടൈംസ് ആക്കുമ്പോൾ 4 എന്ന് വരും, നമുക്കത് 104 എന്ന് വരും. 104 എന്ന് പറഞ്ഞാൽ എന്താണ്? 13ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് ടേബിൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതും ഡിവിസിബിൾ ആണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു തന്നു, ചിലപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലേ ആൻസർ കിട്ടത്തുള്ളൂ എന്നൊരു ലെവലിലേക്കും വരാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ആയി. ഇനി 2 ഓപ്ഷൻസ് കൂടിയുണ്ട്. പക്ഷെ ആ 2 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ബിക്കോസ് അത് രണ്ടും ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അതൊന്ന് പ്രോപ്പർലി സോൾവ് ചെയ്തുകൂടി നോക്കാം. ബട്ട് അതർവൈസ് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൂടി എലിമിനേറ്റ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? നമുക്ക് ആൻസർ പെട്ടെന്ന് മാർക്ക് ചെയ്യാമായിരുന്നു. വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ നമുക്ക് ഇത് മൈൻഡിൽ മാത്രം ചെയ്ത് നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാമായിരുന്നു, സോൾവ് ചെയ്യാതെ തന്നെ. ബട്ട് ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്നു. അതർവൈസ് നമ്മൾ സോൾവ് ചെയ്യത്തില്ലായിരുന്നു. ഇനി നമുക്കത് സോൾവ് ചെയ്യാം. സോ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിനെ 5x മൈനസ് 2y ബൈ എക്സ് മൈനസ് 2y ഈക്വൽ ടു 9/70 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് അതിനെ ക്രോസ് ചെയ്ത് എക്സിന്റെയും വൈയുടെയും ഒരു റേഷ്യോ അവിടെ നിന്ന് എടുക്കണം. സോ നമുക്ക് അതിനെ ഒന്ന് ക്രോസ് ചെയ്യാം. സോ ക്രോസ് ചെയ്യുമ്പോൾ 5 × 17 85x മൈനസ് 2 × 17 34y ഈക്വൽ ടു 9 × x 9x മൈനസ് 2 × 9 18y എന്ന് വരും. ഇതിനെ നമ്മളൊന്ന് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒന്ന് സോൾവ് ചെയ്യുവാണെങ്കിൽ, ഒരേപോലത്തെ വേരിയബിൾസിനെ എടുത്ത് സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആ ഒരു 9x ഇപ്പുറത്ത് വന്ന് 85x എന്ന് മൈനസ് ആകുമ്പോൾ നമുക്ക് അവിടുന്ന് 76x എന്ന് വരും. ഈക്വൽ ടു ഇവിടുത്തെ -34 ഇപ്പുറത്ത് വരുമ്പോൾ +34 ആവും. +34 -18 എന്ന് പറയുന്നത് നമുക്ക് അവിടുന്ന് 16y എന്ന് കിട്ടും. ഇനി 16ഉം 76ഉം നമുക്കത് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ ഇത് രണ്ടും പോകുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 4 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ 4 ടൈംസും ഇവിടെ 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ 19 ടൈംസ് എന്ന് വരും. സോ ഇവിടെ നമുക്ക് x/yയുടെ ഒരു റേഷ്യോ കിട്ടും. x/y എന്ന് പറയുമ്പോൾ നമുക്കത് 4/19 എന്നായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന ആ ഒരു ഇതിലേക്ക് നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വരുന്നത് 9 × 4/13 × വൈയുടെ വാല്യൂ 19. സോ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 × 9 തന്നെ 36 ആണ്. സോ അത് മാത്രം മതി നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ 36 വരുന്നത് നമുക്ക് അവിടെ തേർഡ് ഓപ്ഷനിലാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആ ഒരു തേർഡ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. സോ തേർഡ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് വേണമെങ്കിൽ താഴത്തെ വാല്യൂ കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടുന്ന് 3 × 9 27 എന്ന് വരും. സോ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ് വരാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് ഒന്നുകൂടി കൺഫേം ചെയ്യണമെങ്കിൽ കൺഫേമും ചെയ്യാം. സോ 13 × 19 എന്ന് പറയുന്നത് നമുക്ക് 247 എന്ന് വരും. സോ നമ്മുടെ ആൻസർ 36/247. സോ ഓൾജിബ്രയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതേപോലത്തെ ഓൾജിബ്ര കൂടി കണക്ട് ചെയ്ത് വരുന്ന കുറച്ചെങ്കിലും ഒരു ഓൾജിബ്രയുടെ ഒരു കൺസെപ്റ്റ് കൂടി വരുന്ന സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാംസിൽ ചോദിക്കാറുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. സോ ഐ ഹോപ്പ് ഇന്ന് നമ്മൾ ചെയ്ത 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലപോലെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആ ഫോർമുലാസും നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ചെറിയ ട്രിക്സും ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്, ഇവിടെയും നമ്മൾ ചെയ്തു. സോ ഇതിന് മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ ഡെഫിനറ്റ്ലി ആ സെഷൻസ് കാണുക. ഇനി വരുന്ന ദിവസങ്ങളിലും SSC GDയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കാം. നിങ്ങൾക്ക് വരാനിരിക്കുന്ന MTSനും CSSനും CGLനും ഡെഫിനറ്റ്ലി ഇത് ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഇതേ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് തന്നെയാണ് നമുക്ക് അവിടെയും വരുന്നത്. മേ ബി ക്വസ്റ്റിന്റെ ലെവലിൽ കുറച്ചൊരു ഡിഫറൻസ് വരാറുണ്ട് CGL മാത്രം. ബട്ട് അതർവൈസ് നമ്മുടെ MTSും CSSും ഒക്കെ തന്നെ ഇതേപോലത്തെ ക്വസ്റ്റൻസ് തന്നെയാണ് നമുക്ക് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. CGLന് ഇൻക്ലൂഡിങ് ഇതേപോലത്തെ ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ആ ഒരു ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ എക്സാമിന്റെ ക്വസ്റ്റൻസ് കൂടുതൽ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അത് കമന്റ് ചെയ്യാവുന്നതാണ്. ഡെഫിനറ്റ്ലി നമുക്ക് അതിന്റെ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനും നമ്മൾ ഇവിടെ ചെയ്യുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ വരുന്ന സെഷനിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റൻസുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.